ഇത് സാധാരണ നമ്മൾ നെക്ക് ചെറുതാക്കാനാണ്. ഇത് ഞാൻ ചെറുതാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇത് വലുതാക്കണം. നമുക്കിതിന് വേണ്ടുന്നത് 8 ഇഞ്ചാണ്. ഇതിൽ വന്നേക്കുന്നത് 6 ഇഞ്ചേ വന്നിട്ടുള്ളൂ. നമുക്കതിനെ 8 ഇഞ്ചാക്കണം. എളുപ്പ മാർഗമാണ്. നമ്മൾ ലൈനിങ് കറക്റ്റ് അളവിൽ വെട്ടുക. വെട്ടിയതിന് ശേഷം കണ്ടോ, ഇതിനെ ഇങ്ങനെ വൈഡാക്കി കൊടുക്കുക. ഇത്ര അകത്തിയിട്ട് വേണം നമ്മുടെ ആ ലൈനിങ്, നമ്മുടെ കറക്റ്റ് അളവിലുള്ള ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ അകത്തിയിട്ട് വേണം. അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത്, 4 ഇഞ്ചാണെങ്കിൽ ആ 4 ഇഞ്ച് നമ്മൾ കറക്റ്റ് ചെയ്ത്, അപ്പോൾ 4 ഇഞ്ച് എന്ന് വെച്ചാൽ 8 ആണ് വരുന്നത്. 8 ഇഞ്ച് നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് വരും. ഓക്കെ. അതല്ല ഇതിപ്പോൾ വി ആണ് ഇരിക്കുന്നത്, ഈ വി റൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്നും കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് റൗണ്ടായിട്ട് തന്നെ നമുക്കിരിക്കും. അത് നമ്മളുടെ ലൈനിങ്ങിൽ. അപ്പോൾ ആം ഹോളിന് ചേഞ്ച് വരുത്താതെ വേണം ചെയ്യാൻ. ആം ഹോളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇതിങ്ങനെ വൈഡാക്കി കൊടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ലൈനിങ്ങിൽ വെച്ച് അടിച്ചു കൊടുക്കണം. നമ്മുടെ ലൈനിങ് ഏതാണോ നമ്മൾ വെട്ടിവെച്ചിട്ടുണ്ടല്ലോ, അത് കറക്റ്റ് ലൈനിങ് ആയിരിക്കും നമ്മൾ വെട്ടിവെച്ചേക്കണം. ആ ലൈനിങ്ങിൽ കണ്ടോ ഇങ്ങനെ അകത്തിട്ട് ഇതിൻ്റെ അളവ് ഇതാണ്. അപ്പം നമ്മൾ അതേപോലെ ആ അളവിൽ കറക്റ്റ് ചെയ്ത് വെട്ടിവെച്ച് കൊടുക്കുക. ഇത് ഞാൻ കൂട്ടിയാണ്, മെയിൻ പീസ് കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിൽ നമ്മളിങ്ങനെ അകത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും 4 ഇഞ്ചിൽ കേട്ടോ. ഇതാണ് നെക്ക് വലുതാക്കിയിട്ട് ലൈനിങ് ഇട്ട് അടിച്ചു കഴിഞ്ഞ് കണ്ടോ. ഇങ്ങനെയാണ് ആ ലൈനിങ്, കറക്റ്റാണ് ലൈനിങ് പീസ്. ആ ലൈനിങ് പീസ് വെച്ച് അടിച്ചു. പിന്നെ ഞാൻ നെക്കടിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. ഞാൻ 2 ഷോട്ട് ഇട്ടിട്ടുണ്ടായി, 1 ഷോട്ട് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് നോക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്ത് കറക്റ്റ് ചെയ്ത്. അപ്പോൾ കഴുത്ത് ഇങ്ങനെയാണ് നമ്മൾ വലുതാക്കി എടുക്കുന്നത്. വലുതാക്കി എടുക്കുക. ചെറുതാക്കണത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ.